feel like I'm a normal girl. But you got a universal exposure, that's why. Universal He's exposure, asking പക്ഷേ ഇതിലെ ഞാൻ ക്യാരക്ടറല്ലേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, ഒരു വില്ലേജിൽ നടക്കുന്നതാണ്. ബട്ട് മായ, ഞാൻ ആൻസർ ചെയ്യാം. മായ താമസിക്കുന്ന ഇതിലും ഒരു വില്ലേജിലാണ്, തായ്ലൻഡിലെ. ഷീ യൂസ് ടു ട്രാവൽ വിത്ത് അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ്. മായ അവിടെ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം ഇതേ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് അവൾ അവിടെ ജീവിക്കുന്നത്. ഓക്കെ, യു ക്യാൻ പ്ലേ. Yeah, that's, I mean, ഇത് ഞാൻ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട് കുറേ ലൈക്ക് അമ്മൂമ്മേനെ കാണാൻ. ദിസ് ഈസ് ഈ ക്യാരക്ടറിൻ്റെ സ്റ്റോറി. സോ അത് ആലോചിച്ചിട്ട് ഹൗ ഷീസ് ഗ്രോൺ അപ്പ്, this character. You're asking if it was hard to... How much Maya in this character? There is Maya in the character, but there's also not. I mean, there's also who Maya would like to be more like. എനിക്ക് ഈ മീനു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ yeah. എൻ്റെ മദറിനെ ഒരു ലാസ്റ്റ് ഒരു 12-13 ഇയേഴ്സ് ഷി വാസ് ടോട്ടലി ഇൻ ബെഡ്. ബട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം. മായ പോയി സംസാരിക്കും. അവർ തമ്മിലുള്ള പ്രൈവറ്റ് മൊമെൻറ്റ്സിൻ്റെ ഇടയിൽ ഞാൻ കയറാറില്ല. പക്ഷേ മായ പറയുന്നത് അമ്മയായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ കുറേ എക്സ്പ്രഷൻസൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ഭയങ്കര രസമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ അമ്മയൊന്നും നോ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അപ്പുവായാലും ഇപ്പം എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല സിനിമയിൽ അഭിനയിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ മകളുടെ അടുത്ത് പറയേണ്ട കാര്യമല്ല. അവരെന്നെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് മായ സിനിമ വന്നിരിക്കുന്നത്. കഥയും ഒരു കാരണമാണ്. ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ ചെയ്യുന്ന സിനിമയിലും അത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഇവർക്ക് ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ഈക്വലാണല്ലോ, നമ്മൾ ആൺ പെൺ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള ചില തോട്ടിൽ നിന്നും ഉണ്ടായ സിനിമയാണിത്. ബേസിക്കലി ഇത് എന്താണെന്ന് പറയാനും പറ്റുന്നില്ല, എന്നാൽ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യം. ഇത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യുടെ ഒരു സൊല്യൂഷൻ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ നമുക്കതിനെ തടയാവുന്ന പോലെയുള്ള ഒരു ചെറിയ ഒരു നമ്മളൊക്കെ എന്താ പറയുക, എല്ലാവർക്കും ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയാം. ഒരു പുതിയൊരു ഐഡിയ ഒന്നുമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ആകാം ഈ സിനിമ. പിന്നെ ഇത് പക്ക ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ കാണാൻ വരുന്ന എല്ലാവരും 2 മണിക്കൂർ 19 മിനിറ്റാണ് ഈ സിനിമ. 2 മണിക്കൂർ 19 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് പോവുക. കാരണം അവർ അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സിനിമ കാണാൻ വരുന്നതാണ്. സാറ്റിസ്ഫാക്ഷനോട് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കാര്യം കൂടി അവരെടുത്താൽ വളരെ സന്തോഷം. എപ്പോഴും അങ്ങനെയല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോം കണ്ടാലും യു ഹാവ് ടു ടേക്ക് സംതിങ് ഫ്രം ദാറ്റ്. ആൻഡ് നമ്മൾ വീട്ടിൽ പോയാലും ഇതിനെക്കുറിച്ചൊന്ന് ഓർമ്മിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടറായിരിക്കും. അവരെക്കുറിച്ച് വീണ്ടും നമ്മൾ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില മെസ്സേജുകൾ, ചില മൊമെൻറ്റ്സുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കും ആകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആകണം, അങ്ങനെയൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങൾ, അങ്ങനെയാണ് ആ സിനിമ കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ അത്തരത്തിൽ കണക്റ്റഡ് ആകാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക്. സീസണൊക്കെ അതിൽ പ്രിഡിക്റ്റ് പോലെയാണ് പിന്നെ കേരളം മാറിയത്, കോവിളൊക്കെ. പക്ഷെ അന്ന് മുതലേ അതിൻ്റെ ഒരു പപ്പേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇനി ഭാവിയിൽ കോവിളം ഇങ്ങനെ ആകും എന്ന് പറയുന്നത് അതുപോലെ സംഭവിച്ചു. സീസണൊക്കെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതൊരു പ്രതികാരത്തിൻ്റെ അതിമനോഹരമായിട്ട് അതൊരു പ്രതികാരം കാണിച്ചിരിക്കുന്ന സിനിമയാണ്. അല്ല, ഇങ്ങനെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആക്ടിങ്ങിൽ എങ്ങനെയാണ് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്കത് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ, അല്ലാതെ ഒരു ഹ്യൂമൻ ഇമോഷൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് അവർക്കുണ്ടാകും നമ്മളെക്കാട്ടിലും കൂടുതലല്ലേ. പുതുതായിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം എടുക്കും. പിള്ളേരെ എളുപ്പം, കാര്യം അത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ്. സിനിമ നമ്മൾ ഒരുപാട് വർഷം അഭിനയിച്ചിട്ട് നമുക്ക് ആ അഭിനയം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറും അല്ലേ. അതുപോലെയാണ് അവർക്ക് ഗാഡ്ജറ്റ്സ്. ഈ ടിപ്സ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയുന്നത്, നമുക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ട്രൂത്ത്ഫുള്ളായിരിക്കണം നിങ്ങളുടെ ജോലിയോട്. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്തൊരു
കഷ്ടം എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ പോകരുത്. അപ്പോൾ അതിനോടൊരു ഫയർ വേണം, അല്ലേ? അതിനോടൊരു സത്യസന്ധത വേണം. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് റെസ്പെക്റ്റ് വേണം. അതൊക്കെയാണ് ബേസിക് സിവിക് സെൻസുകളാണ്. നമുക്ക് അതൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതില്ലാത്തവരും ഉണ്ട്. അത് അവരുടെ കാര്യം, അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കായിട്ട് ഒരു ഡിസിപ്ലിൻ വേണം. ഞാൻ ചെയ്യുന്നൊരു ജോലിയോടൊരു സത്യസന്ധത വേണം. മറ്റുള്ളവരെ ബഹുമാനിക്കണം. ബാക്കി എന്നല്ലേ, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ്. അല്ലാതെ ഈ അഭിനയിക്കുന്നതിൽ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സംവിധായകനുണ്ട്, ക്യാമറയുടെ പുറകിൽ നിന്ന് ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്നാണ്. എനിക്ക് എൻ്റെ സംവിധായകനാണ് ഏറ്റവും. നമുക്ക് ഡിസ്കഷൻസ് ആവാം, അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാം. അല്ലാതെ ഒരു പ്രോപ്പറായിട്ടൊരു ഇങ്ങനെ ചെയ്യുമായ എന്ന് പറയാൻ പറ്റില്ല.